ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾക്കൊക്കെ എളുപ്പം മറക്കാൻ പറ്റുമായിരിക്കും, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. എടാ, നമ്മുടെ കുടുംബത്തെ ആദ്യമായിട്ടുണ്ടായ ഒരു കൊച്ചല്ലേ, നീ അനാവശ്യ ദേഷ്യം വെച്ചോണ്ടിരിക്കല്ലേ ചെറുനെ. അപ്പൊ ഞങ്ങളാരും കൊച്ചുങ്ങളായിട്ടില്ലേ ജനിച്ചേ? ഒരു കൊച്ചിൻ്റെ വീട്ടിൽ ഇരുന്ന് അവൾക്കും അറിയാം, പഠിച്ച കള്ളിയാണ് അവള്. നീ ഇങ്ങനെ ഇടപെടിയെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇഷ്ടമെന്ന് പറഞ്ഞ് ഇവർ സമ്മതിക്കുന്നില്ല. അപ്പനമ്മയല്ലേ, അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, ഇതൊക്കെ സംസാരിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. നമുക്ക് സംസാരിക്കാം. വേണം ഞാൻ ആളെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ പോയി കാണാം. ഹലോ ഹലോ ജെറിന, ഞാൻ ശ്യാം. അതെ, ഷെറിന് എൻ്റെ പോണ്ട്. അവളിനി വീട്ടിലേക്ക് വരില്ല കേട്ടോ. നിങ്ങൾ ആദ്യം വിളിച്ച് അവളെ തപ്പി നടക്കണ്ട. പോണ്ട്. ഹലോ, എനിക്കൊരു കാര്യം പറയണ്ട്. ജെറിന എൻ്റെ അടുത്ത് മിണ്ടണല്ലോ. ഞാൻ വിചാരിച്ച 2 ദിവസത്തിൽ ശരിയാവുന്നതാണ്. അതായത് മനുഷ്യന്മാരുടെ കാര്യമല്ലേ, ചില ആൾക്കാർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോഴേ അത് പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് തന്നെ എത്ര കാലം എടുത്തു ഞാൻ ഇതൊക്കെ ഇട്ടൊന്ന് പൊരുത്തപ്പെട്ടു പോകാൻ. നമുക്ക് കൊച്ചിന് കുറച്ച് ഡീറ്റെയിൽസ് വേണം. പേര്, തൂക്കം, പോളിയോ എടുത്ത ഡേറ്റ്, വാക്സിനേഷൻ്റെ ഡേറ്റ്, ഇതൊക്കെയാണ് വേണ്ടത്. കൊച്ചിൻ്റെ പേരെന്താ? എനിക്കിനെ കുറെ മിസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും പറയണമെന്ന് വിചാരിച്ചാണ്, അല്ലെങ്കിൽ എന്റെ മനസ്സിലിങ്ങനെ കിടക്കും.